ഓതലല്ല, മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ളത് ഓതലാണ് ഇപ്പൊ കൂടുതലും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഓതിയാൽ 2 പ്രതിഫലം, 1 നോക്കി ഓതിയ പ്രതിഫലവും 2 ഓതിയ പ്രതിഫലവും. ഇന്നതൊക്കെയാണ് പല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ മാറിപ്പോകുന്നു. ഇപ്പൊ ദിക്റും ദുആകളും മൊബൈൽ കൂടെ ഇങ്ങനെ ഓതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്മകൾ അധികരിപ്പിക്കാറുള്ള ഖുർആൻ ഓത്, സ്വലാത്തുകൾ പറ, എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് മജ്ലിസുന്നൂർ പാരായണം ചെയ്യുക, ഹദ്ദാദ് ഓത്, സൂറത്തുൽ വാഖിയ ഓത്, അൽഹംദുലില്ലാഹ് കുറച്ച് ദിക്റുകൾ പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ റമളാൻ വരുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും റമളാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മൂന്നാമതായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ നോമ്പ് പിടിച്ച മാസമാണ് റജബ് മാസം. നോമ്പ് പിടിക്കണം. റമളാൻ വരുമ്പോഴത്തേക്ക് നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര ചെയ്യണം, പടച്ചവനെ തൊണ്ട എന്ന് പറയേണ്ട അവസ്ഥ ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാനിന് വേണ്ടിയുള്ള നോമ്പുകൾ നമുക്ക് പിടിക്കാൻ കഴിയണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ തീരുമാനിക്കും.